ചെളിക്കുളമായ റോഡിലൂടെ ദുരിതയാത്ര നടത്തേണ്ട ഗതികേടിലാണ് കൊല്ലം മലപ്പേരൂരിലെ നാട്ടുകാർ. കുഴിയം മുതൽ ആനപ്പുഴയ്ക്കൽ വരെയുള്ള 6 കിലോമീറ്റർ റോഡ് ടാർ ചെയ്യാൻ കുഴിച്ച് കുളം തോണ്ടിയെങ്കിലും മറ്റൊന്നും ചെയ്തില്ല. 2023 ജൂണിൽ പൂർത്തിയാകുമെന്നായിരുന്നു അവകാശവാദം. ഒരു റോഡിന്റെ രോദനം. വിത്തെറിയാൻ ഉഴുതുമറിച്ചിട്ടിരിക്കുന്ന പാടമാണിതെന്ന് കരുതരുത്. കുഴിയം മുതൽ ആനപ്പുഴയ്ക്കൽ വരെ നാട്ടുകാരുടെ യാത്ര ഈ ചെളിക്കുണ്ടിലൂടെയാണ്. നിലവിലുണ്ടായിരുന്ന ടാറിംഗ് കുത്തിപ്പൊളിച്ചാണ് 6 കിലോമീറ്റർ റോഡ് കുളമാക്കിയത്. ജൂൺ തുറക്കുന്നതിന് മുമ്പ് ഇത് ശരിയാക്കേണ്ടതായിരുന്നു, സ്കൂൾ തുറക്കുന്നതിന് മുമ്പ്. പക്ഷെ ഇതിപ്പോ ജൂൺ ആയി കഴിഞ്ഞ് ഇപ്പൊ ഇനി ഈ മഴ സമയം തുടങ്ങി. ഈ പിള്ളേരുടെ കാര്യമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചിന്തിക്കണം. അവർക്ക് പോകാൻ പറ്റത്തില്ല. പിന്നെ രോഗികളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നില്ല. ഒരു ഓട്ടോറിക്ഷ പോലും നമുക്കിടെ വീട്ടിലോട്ട് വരാൻ മലപ്പേരിലോട്ട് ആര് വിളിച്ചാലും അവര് വരത്തില്ല. ഇത് റോഡിൽ നിന്ന് ഇറക്കിയിട്ടുകൊണ്ട് വന്ന കോൺക്രീറ്റ് കഷ്ണങ്ങൾ, അതേപോലെ പണിയാൻ കൊണ്ടിട്ടേക്കുന്ന മെറ്റല്, ഇട്ടിവ ഇടമുളയ്ക്കൽ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡാണിത്. ദിവസവും ആയിരക്കണക്കിന് ജനങ്ങൾ യാത്ര ചെയ്യുന്ന റോഡ്. പക്ഷേ നന്നാക്കാൻ പഞ്ചായത്തുകൾ ഇടപെടുന്നില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ തെറ്റി വീഴും, ഉണക്കായി കഴിഞ്ഞാൽ പൊടിയടിച്ച് അലർജി ഉണ്ടാകും. ഇത് ആശുപത്രിക്കാർക്ക് ഉപയോഗമല്ലാതെ ഈ നാട്ടുകാർക്ക് ഈ റോഡ് കൊണ്ട് യാതൊരു ഉപയോഗമില്ല. നടന്നു പോകാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഈ റോഡിന്റെ ഇന്നത്തെ അവസ്ഥ. എത്രയും പെട്ടെന്ന് ഇത് ഇവിടുത്തെ ഭരണാധികാരികളുടെ അടുത്തെത്തുകയും ഇതിന് തീർച്ചയായും ഒരു തീർപ്പുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ ഇവിടുത്തെ ഒരു കൂട്ടം ജനങ്ങൾ ഇതിനെക്കുറിച്ച് എതിർക്കാതെ വളരെ സമാധാനത്തോടുകൂടി കാത്തിരിക്കുകയാണ്. രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഓട്ടോയോ ആംബുലൻസോ വിളിച്ചാൽ പോലും ഈ ഭാഗത്തേക്ക് വരില്ല. പലതവണ പരാതി നൽകി, പ്രതിഷേധിച്ചു, നടപടി ഉണ്ടായില്ല. മഴ കാലത്താൽ ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയേ വേണ്ട. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.